വടക്കൻ ഇറ്റലിയിലെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. ഇതിനോടകം 36,000 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 36ഓളം നഗരങ്ങളെയും പട്ടണങ്ങളെയും പ്രളയം ബാധിക്കുകയും ഉരുൾപൊട്ടലിൽ നിരവധി ഗ്രാമങ്ങൾ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഇറ്റലിയിലെ എമിലിയ റൊമാഞ്ഞ സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിൽ 305 സ്ഥലങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. 500-ലേറെ റോഡുകളും നിരവധി വീടുകളും കൃഷിയിടങ്ങളും പ്രളയത്തിൽ നശിച്ചു. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനിടെ ലുഗോയ്ക്ക് സമീപം ഹെലികോപ്റ്റർ തകർന്നു വീണു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. രാജ്യത്ത് ലഭിക്കേണ്ട മഴയുടെ 50% 1.5 ദിവസം കൊണ്ട് പെയ്തതോടെയാണ് പ്രളയം രൂക്ഷമായത്. നദികൾ കരകവിഞ്ഞതോടെ റോഡുകൾ പൂർണ്ണമായും പുഴയായി മാറിയ അവസ്ഥയിലാണ്. പ്രളയത്തെ തുടർന്ന് ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ നിന്ന് ഒരു ദിവസം നേരത്തെ മടങ്ങുമെന്നും രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലോണി അറിയിച്ചിരുന്നു. തകർന്ന റോഡുകളും മറ്റും പുനഃസ്ഥാപിക്കാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ടിവരുമെന്നാണ് ബൊലോഗ്ന മേയർ അറിയിച്ചത്. നഗരങ്ങൾ പൂർണ്ണമായും ചെളിയിൽ മൂടപ്പെട്ട അവസ്ഥയിലാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. 10,000 പുസ്തകങ്ങൾ പ്രളയത്തിൽ നഷ്ടപ്പെട്ടതായി പ്രാദേശിക ലൈബ്രറികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലൂഗോ പട്ടണത്തിലെ വെള്ളപ്പൊക്ക ബാധിതർ മ്യൂസിയത്തിൽ അഭയം പ്രാപിച്ച കാഴ്ചയുമുണ്ട്. ഇറ്റലിയെ ബാധിച്ച ഏറ്റവും വലിയ കാലാവസ്ഥാ ദുരന്തമാണെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.